എത്ര നാളെ ഇതൊക്കെ തുടങ്ങിയിട്ട്? കണ്ടിട്ട് കുറേ പേരുണ്ടല്ലോ. ഇത് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാ. അപ്പനൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന് നമ്പർ എടുക്കാൻ വേണ്ടി തുടങ്ങിയതാ. അവൻ പോയി, പക്ഷെ ഇത് മാത്രം എനിക്ക് നിർത്താൻ പറ്റില്ല. ഓ എന്നാൽ ഞാൻ പോട്ടെടോ, എനിക്ക് 2-3 ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഒരുപാട് ടൈമായി. തന്നെ നമ്പർ ഇല്ലേ, തന്നെ വിളിച്ചാൽ മതി, നമുക്ക് മീറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കാം. ഓക്കെ, മീറ്റ് ചെയ്യണോ? ഇവിടെ തന്നെ കാണും. അവൻ വിളിച്ചാൽ മതി. ഓക്കെ, എന്താണ് പി ജി എന്ന് പറഞ്ഞ് കണ്ടിട്ട് പി ജി കണക്കൊന്നും ഇല്ലല്ലോ. പോയേക്കാം. எங்க போற? ആ അല്ല, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ സ്റ്റുഡന്റ് ആണ്. உன் பேர் என்ன? അക്ഷയ. அக்ஷயா. சைன் போடு. ரூம் எல்லாம் பாத்துட்டியா? വീഡിയോ பிடிச்சிருக்கா? அந்த ரூம்ல வந்து சுவேந்தான்னு ஒரு சீனியர் பொண்ணு இருக்கா. எது வந்து நான் அவகிட்ட கேட்டு ரூம் எல்லாம் கிளீனா இருக்கணும். புரியுதா? எனக்கு எப்பப்ப மேல எல்லாம் நல்லா வர முடியாது. கீழே வந்து நீ சைன் போட்டு போகணும். எந்த டவுட்ஸ்னா எனக்கு ஃபோன் பண்ணு. புரியுதா? இதான் என் ஆபீஸ். ஓகே? ഐശ്ശേ, ഇതാണ് ക്ലീൻ ആയിരിക്കണം എന്ന് പറഞ്ഞ റൂം. ഇതെന്താണ് ബേവറേജ്? എല്ലാം ഉണ്ടല്ലോ. ഹലോ, எத்தியா? ആ അതെ, ഇപ്പൊ എത്തേ ഉള്ളൂ. ഹേ ഹായ്. ഹായ്. പുതിയ ആളാണല്ലേ? എന്താ മൊത്തം സങ്കടം? ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ, എനിക്ക് പറ്റുമോ ഹെൽപ്പ് ചെയ്യാം. ഒന്നുമില്ല, അത് വീട്ടില് കുറച്ച് ഇഷ്യൂസ്. വീട്ടിലെന്ത് പറ്റി? ഫണ്ടിന്റെ ആണോ, ക്യാഷിന്റെ ഇഷ്യൂ ആണല്ലേ? ഞാനൊരു പാർട്ട് ടൈം റെഡിയാക്കി തന്നാൽ താൻ പോവോ? പിന്നെന്താ, ഉറപ്പായിട്ട് ഞാനൊരു സാധനം തരും. അത് ഞാൻ പറയുന്ന ലൊക്കേഷനിലോട്ട് ചെന്ന് എത്തിച്ചാൽ മാത്രം മതി. ചെയ്യുന്ന ഉറപ്പന്നല്ലേ? ഓക്കെ ആണ് ചേച്ചി, സന്തോഷമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ. അല്ല ചേച്ചി, എന്ത് സാധനം അത്? ഇതാണ് ആ സാധനം. കുറച്ച് ഇല്ലീഗലാണ്. ഫണ്ട് എത്ര ഞാൻ തരാം.